ശബരിമലയിൽ കൂടുതൽ സ്വർണ്ണക്കൊള്ള നടന്നതായി SIT കണ്ടെത്തൽ. ശിവ വ്യാളി രൂപങ്ങളിലെയും പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിലാണ് SIT ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് തട്ടിയെടുത്ത സ്വർണം വേർതിരിച്ചത്. സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും കൈവശമുണ്ട്. ഈ സ്വർണം കണ്ടെത്തേണ്ടതുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതും അറിഞ്ഞതുമൊക്കെ മഞ്ഞുമലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇനിയും അതിലും വലുതായി പലതും അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? സത്യത്തിൽ ശബരിമലയിൽ നിന്ന് ഇനി സ്വർണ്ണം ബാക്കിയുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇയാൾ കൊടുത്ത സ്വർണത്തിൽ ഓരോ ഘട്ടമായി ഇങ്ങനെ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. സ്വർണം കൊണ്ടുപോയതായിട്ടുള്ള വിവരങ്ങൾ വരികയാണ്. ആദ്യം പറഞ്ഞിരുന്നത് 2019 ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ട്ളപ്പാളിയും കൊണ്ടുപോയി അതിലെ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് വെച്ച് ഒരുക്കി പിന്നീട് സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന് ഇത് വിറ്റു എന്നാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരം എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി വീണ്ടും വർദ്ധിക്കുന്നു. കൂടുതൽ സ്വർണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയത്. ഈ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ സ്വർണം കട്ടുന്ന വിവരം സ്ഥിരീകരിക്കുന്നത്, കൂടുതൽ കൊള്ള നടന്നു എന്ന വിവരം സ്ഥിരീകരിക്കുന്നത്. ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇത് സൂചനകളല്ല, നേരെ മറിച്ച് അന്വേഷണ സംഘം അവരുടെ കസ്റ്റഡി അപേക്ഷയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ശ്രീകോവിലിലെ കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളി രൂപവും അടങ്ങിയ പ്രഭാമണ്ഡലമുണ്ട്. ആ സ്ഥലത്തെയാണ് ഈ സ്വർണം കടത്തിയിരിക്കുന്നത്. ആകെ 7 പാളികളിൽ നിന്നാണ് സ്വർണം കടത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 പാളികളുണ്ട്. രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 പാളികളുണ്ട്. അതോടൊപ്പം തന്നെ കട്ട്ലയിലെ മുകൾ പടിയിലെ പാളി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണം കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ഈ കൊണ്ടുപോയിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന് തന്നെ കൈമാറ്റം ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഈ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിവിടെ കൊണ്ട് നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം അതിന്റെ പരിശോധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ കണ്ടതാണ്. പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെത്തി അവിടുന്ന് സ്വർണം കളക്ട് ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു പക്ഷേ ഇതിനപ്പുറത്തേക്കോ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. എന്തായാലും ഇതൊരു മഞ്ഞുമലയുടെ അറ്റം എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇതൊരു ചെറിയൊരു തുടക്കം മാത്രമാണ്. വിവരങ്ങൾ പുറത്തു വരുന്ന വളരെ ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമാണ്. ഇനിയും ഏറെ കൊള്ള നടന്നിട്ടുണ്ട്, ഇനിയും ഏറെ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അറിയേണ്ടത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ആളുകൾ മാത്രം ഒതുങ്ങുന്നതാണോ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ ഇനി ചോദ്യമുന്നയിലേക്ക് വരുമോ എന്നുള്ളതാണ്. എന്തായാലും ഈ സ്വർണ്ണക്കടത്ത് കൂടുതൽ നടന്ന സാഹചര്യത്തിൽ ഇനി കൂടുതൽ അറസ്റ്റ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. പക്ഷേ അത് ആരൊക്കെയാണെന്നുള്ള സംബന്ധിച്ച് കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. എന്തായാലും ഈ വിവരങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാവും അടുത്ത ദിവസം അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുക.